Hello students, welcome to Digital Computer Principles Lab. ഈ ലാബിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, യൂണിവേഴ്സൽ ഗേറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, പാരിറ്റി ബിറ്റ് ജനറേറ്റേഴ്സ്, കോഡ് കൺവേർട്ടേഴ്സ്, അതുകൂടാതെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഇതുപോലെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്രെഡ് ബോർഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. പല പുതിയ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. Okay, so let's get to our first experiment, that is logic behavior of various IC gates. Okay, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലോജിക് ഗേറ്റ്സ്, അതിൽ ഫസ്റ്റ് വൺ ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ IC നമ്പർ 7432. നെക്സ്റ്റ് ഈസ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ IC നമ്പർ 7408. അടുത്തതായി നോട്ട് ഗേറ്റ്, അതിൻ്റെ IC നമ്പർ 7404. നെക്സ്റ്റ് ഈസ് നോർ ഗേറ്റ്, അതിൻ്റെ IC നമ്പർ എന്ന് പറയുന്നത് 7402. അടുത്തതായി നാൻഡ് ഗേറ്റ്, അതിൻ്റെ IC നമ്പർ എന്ന് പറയുന്നത് 7400. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എക്സോർ, അതിൻ്റെ IC നമ്പർ എന്ന് പറയുന്നത് 7486. ആദ്യമായിട്ട് നമുക്ക് ആൻഡ് ഗേറ്റിലേക്ക് പോകാം. ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നതിൻ്റെ സിമ്പലാണ് നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന PPTയിൽ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A.B എന്നാണ് എടുക്കുന്നത്. ഇൻപുട്ടായിട്ടുള്ള A ആൻഡ് B ആൻഡ് ഔട്ട്പുട്ട് C. ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ അത് കിട്ടുന്നത് A.B എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അത് A ആൻഡ് B എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് അവർ ഇൻപുട്ട് ഈസ് 0 ആൻഡ് 1. ഇപ്പോൾ 2 zeros നമ്മൾ ഇതിൽ ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദി ഔട്ട്പുട്ട് 0. അതുപോലെ 0 ആൻഡ് 1 A ആൻഡ് B ആയി കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ഔട്ട്പുട്ട് 0. അഗെയിൻ 1 0 ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 0 എന്നാണ്. എന്നാൽ അതേസമയം 1 1 എന്ന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 എന്നാണ്. ICയുടെ പിൻ ഡയഗ്രാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 7th പിൻ ഈസ് ഗ്രൗണ്ട് and 14th pin is VCC. Other പിൻസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുകയാണെങ്കിൽ 1 and 2 is input pins, 3 is output. അതുപോലെ തന്നെ 4 and 5 is input, 6 is output. അടുത്തതിൽ 12 and 13 is input, 11 is output. Next 9 and 10 is input and 8 is output. Okay, let's go to the next one, OR gate. OR gate in the symbol ഒന്ന് ശ്രദ്ധിക്കൂ. A and B is the input, C is the output. C calculate ചെയ്യുന്നത് A plus B. ട്രൂത്ത് ടേബിളിലേക്ക് ശ്രദ്ധിക്കുക. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, അതിൽ A B ഇൻപുട്ടുകളാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A or B എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇൻപുട്ട്സ് ആ 0 0, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് കിട്ടുന്നത് 0 ആണ്. അതേപോലെ 0 ആൻഡ് 1 ഇൻപുട്ടായി കൊടുക്കുമ്പോൾ വി ഗെറ്റ് ദി ഔട്ട്പുട്ട് 1. 1 ആൻഡ് 0 ഇൻപുട്ടായി കൊടുക്കുമ്പോൾ വി ഗെറ്റ് ദി ഔട്ട്പുട്ട് 1. അതേസമയം 1 1 ഇൻപുട്ടായി കൊടുക്കുമ്പോൾ വി ഗെറ്റ് 1 ആസ് ഔട്ട്പുട്ട്. OR ഗേറ്റിൻ്റെ പിന്നായ IC ആയ 7432യുടെ ഘടനയൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആൻഡ് ഗേറ്റ് പോലെ തന്നെ 7 is the ground, 14 is the VCC. 1 and 2 is the input, 3 is output, 4 5 is input, 6 is output, 9 and 10 is input, 8 is output, 12 and 13 is input, 11 is output. Okay, അടുത്തതായി ലെറ്റ്സ് ഗോ ടു നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നെഗേഷൻ ആണ്.
നമ്മൾ കൊടുക്കുന്ന ഏത് ഇൻപുട്ടിനെയും അത് നെഗേറ്റ് ചെയ്യും. അതായത് 0 ഇൻപുട്ടായി പോയാൽ ഔട്ട്പുട്ട് കിട്ടുന്നത് 1 ഇൻപുട്ടായി പോയാൽ ഔട്ട്പുട്ട് കിട്ടുന്നത് 0. സോ A is the input and C is equal to A bar. That is negation. Okay. So truth table ശ്രദ്ധിക്കുകയാണെങ്കിൽ we just have two inputs, 0 and 1. So 0 കൊടുക്കുകയാണെങ്കിൽ it will be 1 output. 1 input കൊടുക്കുകയാണെങ്കിൽ 0 will be the output. Okay. So the IC is 7404. Again 7 is the ground and 14 is the VCC. Okay. 1 will be input, 2 will be the output, 3 is the input, 4 will be the output, 5 is the input, 6 will be the output, 9 is the input, 8 is the output, 11 is the input, 10 is the output, 13 is the input, and 12 is the output. Okay. അടുത്തതായി let's go to the NAND gate. NAND ഗേറ്റിൻ്റെ സിമ്പൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ A and B is the input and C is the output. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ A.B എന്ന ഔട്ട്പുട്ടാണ് നമുക്ക് AND ഗേറ്റിൽ കിട്ടുന്നത്. അതിൻ്റെ നെഗേഷൻ എടുത്താൽ നമുക്ക് NAND ഗേറ്റ് കിട്ടി. ദാറ്റ് ഈസ് A.B ഹോൾ ബാർ. ഓക്കെ. സോ ട്രൂത്ത് ടേബിൾ ശ്രദ്ധിക്കുക, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. A and B is the input. Okay. A NAND B is the output. 0 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ we get 1 as the output. 0 and 1 ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ we get 1 as the output. 1 and 0 ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ we get 1 as the output. 1 and 1 ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ we get 0 as the output. ഇനി പിൻ ഡയഗ്രാമിലേക്ക് ശ്രദ്ധിക്കാം. 7400 ആണ് ലോജിക് ഗേറ്റ് IC നമ്പർ. ഓക്കെ. 7 is the ground and 14 is the VCC. അതിൽ തന്നെ 1 and 2 is the input, 3 is the output. 4 and 5 is the input, 6 is the output. 9 and 10 is the input, 8 is the output. 12 and 13 is the input, 11 is the output. Okay. Now let's go to the next one. NOR gate. NOR gate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നെഗേഷൻ ഓഫ് OR ഗേറ്റ്. സിമ്പിൾ. അതായത് ഇൻപുട്ട് ആയിട്ടുള്ള A and B സിഗ്നൽസ്, ഔട്ട്പുട്ട് C, ആൻഡ് C is represented as A plus B ഹോൾ ബാർ. അതായത് നെഗേഷൻ ഓഫ് OR ഗേറ്റ്. ട്രൂത്ത് ടേബിളിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. A and B is the inputs. A NOR B is the output. 0 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ we get output as 1. 1 ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ we get 0 as the output. 1 ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ we get 0 as the output. 1 ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ we get 0 as the output. ഇനി പിൻ ഡയഗ്രാമിലേക്ക് ശ്രദ്ധിക്കാം. Again 7 is the ground, 14 is the VCC. 1 and 2 and 3 is the input, 1 is the output. 5 and 6 is the input, 4 is the output. 8 and 9 is the input, 10 is the output. 11 and 12 is the input, 13 is the output. Okay. Now last but not the least, XOR gate. XOR gate. Okay. XOR ഗേറ്റിൻ്റെ സിമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ A and B is the input and C is the output. C കാൽക്കുലേറ്റ് ചെയ്യുന്നത് A XOR B എന്നാണ്. ഓക്കെ. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈ PPTയിൽ കൊടുത്തിട്ടുണ്ട്. ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് A and B. 0 is the input and we get 0 as the output. 0 and 1 ഇൻപുട്ട് ആയി കൊടുക്കുമ്പോൾ we get 1 as the output. 1 ഇൻപുട്ട് ആയി കൊടുക്കുമ്പോൾ we get 1 as the output. 1 ഇൻപുട്ട് ആയി കൊടുക്കുമ്പോൾ we get 0 as the output. ഓക്കെ. ഇനി നമുക്ക്
പിൻ ഡയഗ്രാമിലേക്ക് ശ്രദ്ധിക്കാം. 7486 IC നമ്പർ. അതിൽ 7 is the ground, 14 is the VCC. അതിൽ 1 and 2 is the input, 3 is the output. 4 and 5 is the input, 6 is the output. 9 and 10 is again input, 8 is the output. 12 and 13 is input and 11 is the output. So നമ്മൾ ലോജിക് ഗേറ്റ്സ് എല്ലാ 6 എണ്ണവും ഇവിടെ ഈ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.